Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. അല്ല, ഞാൻ ദിലീഷേട്ടനെ പരിചയപ്പെടുന്നത്, ദിലീഷേട്ടനെ തന്നെ ഞങ്ങൾ വിളിക്കലില്ല, ടുട്ടുമോൻ എന്നാണ് ഞങ്ങൾ വിളിക്കാറ്. ബാക്കിയുള്ളവർ പോത്തട്ടൻ എന്നൊക്കെ ഇപ്പോൾ വിളിക്കുന്നുണ്ടെങ്കിലും കരഞ്ഞു പോകുന്നവരും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാണ് കോൺവെർസേഷനാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് മാറി ഫ്രെയിമുകളില്ല, ഫ്രെയിമിൻ്റെ അകത്ത് പെടുകയെ ചെയ്യാത്തൊരു സ്ഥലത്തേക്കാണ് ഞാൻ പോയിരിക്കുന്നത്. ആക്ടിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫ്രെയിമിൻ്റെ അകത്തും പാടില്ല. ആദ്യം തന്നെ എടുത്ത സീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരാളോട് അവിഹിതം ഉണ്ട്, ആര് ഇന്നയാൾ ഇന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായാലും അയ്യോ ഇതിന് വേറെ ഒന്നും നമ്മൾ എടുത്തില്ലല്ലോ. നമ്മളെ ജീവിതത്തിൽ ഏറ്റവും നല്ല മൊമെൻറ്റ് മാത്രമല്ലേ അതിനകത്ത് ഈ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഈ നല്ലത് മാത്രം കുറേ എണ്ണം കാണുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവില്ല, നമ്മളൊക്കെ പ്രശ്നത്തിലേക്ക് ആയിപ്പോവും. പിന്നെ ഇതിങ്ങനെ നമുക്കൊരു തലയ്ക്ക് അടി കിട്ടിയ പോലെയല്ലേ, നമുക്കറിയില്ലല്ലോ. ഇനി ഒരു പ്രാവശ്യം പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ കുറച്ചും കൂടി തയ്യാറെടുത്തിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. പിന്നെ നമുക്ക് പേടി, ഇവർ ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ അവിടെ നിന്ന് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ടെൻഷൻ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇത്രയും ചെയ്ത ക്യാരക്ടേഴ്സിൽ ഏറ്റവും മജ്ജ തോന്നിയ ക്യാരക്ടർ ഏതാ? അങ്ങനെയൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ എന്നാൽ കൂടി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ സെലിബ്രേറ്റ് ചെയ്തത് മാണിക്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിനെയാണ്. അതെ, ഞാൻ അതിലേക്കാണ് വരുന്നത്. അതാണെങ്കിൽ കൂടി കുമാരി ചെയ്ത സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ അതിനു വേണ്ടി കുറേ പണിയെടുത്ത് നമ്മളുടേതായിട്ടുള്ളൊരു വേൾഡിൽ നിന്നിട്ട് നമുക്കത് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ സെറ്റ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് റൈഫിൾ ക്ലബിൻ്റെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ക്യാരക്ടർ നമ്മൾ തന്നെ അതിനകത്ത് ഇങ്ങനെ പണിത് പോയത് പിന്നെ മിന്നാമിനുഗ് എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ പലതും പല രീതിയിലാണ് നമ്മളങ്ങനെ. പിന്നെ പത്മ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഒന്നും അറിയില്ല, അനുപേട്ടൻ അപ്പം എഴുതി തരും അഭിനയിച്ചോ എന്ന് പറഞ്ഞിട്ട്, അതായത് എനിക്ക് ആദ്യം തന്നെ എടുത്ത സീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരാളോട് അവിഹിതം ഉണ്ട്, ആര് ഇന്നയാൾ ഇന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായാലും അയ്യോ ഇതിന് വേറെ ഒന്നും നമ്മൾ എടുത്തില്ലല്ലോ, ഇത് എന്താ ക്യാരക്ടർ എന്നൊന്നും മനസ്സിലായി, അത് വേണ്ട നീ അങ്ങ് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ടാണ് അത് ഫസ്റ്റ് തന്നെ എടുത്തു തരുന്നത്. അങ്ങനെയൊക്കെ തരുന്ന സമയത്താണ് ഇത് നേരത്തെ പറഞ്ഞ നമ്മളുടെ ട്രെയിൻഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് അതിൻ്റെ ഒരു ചിന്തിക്കാനുള്ളൊരു ഒരു സാധനം കിട്ടുക. പെട്ടെന്നൊരു സാധനം തരുമ്പോഴും അല്ലെങ്കിൽ പെട്ടെന്നൊരു ഡയലോഗ് മാറ്റുമ്പോഴും ഒന്നും നമ്മൾ അങ്ങനെ പതറി പോവാത്ത രീതിയിൽ നമുക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റും. സുർവി, ദിലീഷിനെ കുറിച്ച് പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, ഫ്രം യുവർ ആക്ടിങ് ഡേയ്സ്, കാലടിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയം മുതൽ. ഇക്വേഷൻ എങ്ങനെയാണ് അന്ന്, ഇന്ന് എങ്ങനെയാണ് അത് മാറിയിരിക്കുന്നത്? അല്ല, ഞാൻ ദിലീഷേട്ടനെ പരിചയപ്പെടുന്നത്, ദിലീഷേട്ടനെ തന്നെ ഞങ്ങൾ വിളിക്കലില്ല, ടുട്ടുമോൻ എന്നാണ് ഞങ്ങൾ വിളിക്കാറ്. ബാക്കിയുള്ളവർ പോത്തട്ടൻ എന്നൊക്കെ ഇപ്പോൾ വിളിക്കുന്നുണ്ടെങ്കിലും. അപ്പോൾ അന്ന് എൻ്റെ കയ്യിൽ പൈസ ഇല്ല അവിടെ ചേരാൻ വേണ്ടിയിട്ട്. ഞാൻ അവിടുത്തെ വൈസ് ചെയർപേഴ്സണാണ്. അപ്പോൾ എനിക്ക് പൈസ കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ ദിലീഷേട്ടന് ഒരു പേപ്പർ കിട്ടാനുണ്ട്, ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് അദ്ദേഹം പഠിക്കാൻ വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ചോദിച്ചു, ഞാനിവിടെ വൈസ് ചെയർപേഴ്സണാണ്, തൻ്റെ പേപ്പേഴ്സൊക്കെ റെഡിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആണ് എനിക്കൊരു, അപ്പം ഞാൻ അവിടുത്തെ സീനിയറാണല്ലോ, ഡിഗ്രിക്കൊക്കെ പഠിച്ചുള്ള, അല്ല എനിക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടാനുണ്ട്, അത് ഇവിടുന്ന് വരാൻ എത്രയോ ഒരാഴ്ച എടുക്കും, തൻ്റെ ചേരാനുള്ള പൈസ ഉണ്ടോ, താൻ നോക്കിയിട്ടോ വിളിക്കുന്നത്, ചേരാനുള്ള പൈസ ഉണ്ട്. അപ്പോൾ അവനും വേറൊരു ജിത്തു എന്ന് പറഞ്ഞാൽ വേറൊരു പയ്യനുണ്ട്, ഞാൻ ആ 3000 താന്ന് പറഞ്ഞു, അതിങ്ങ് വാങ്ങിച്ച് ഞാൻ നോക്കി പറഞ്ഞു തനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഒരാഴ്ചയാവും, ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് 3000 രൂപ തരാം, ഇന്ന് ഞാൻ ചേരട്ടെ. എന്നിട്ട് ഞാൻ സർ ഡാഡി സ്റ്റേറ്റ്സിൽ നിന്ന് പൈസ അയക്കാൻ കുറച്ച് ലേറ്റായി എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തിട്ട് ആ പൈസയ്ക്കാണ് ഞാൻ അവിടെ തിയേറ്ററിന് ചേരുന്നത്. എന്നിട്ട് ഞങ്ങൾ അവിടെയുള്ള ക്യാൻറ്റീനിൽ പോയി സ്വിഗ്ഗിനും ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങളുടെ സൗഹൃദം അങ്ങ് തുടങ്ങുന്നത്. അന്ന് ദിലീഷേട്ടന് കുറേ ഭക്തി ആൽബത്തിലൊക്കെ, ലിൻസൺ കണ്ണമാലി എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ട്, അദ്ദേഹമാണ് കുറേ ആൽബമൊക്കെ എടുത്തിട്ടുണ്ട്, പടമൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ആൽബങ്ങളിലെ സ്ഥിരം ഭക്തിഗാനമൊക്കെ ആകുമ്പോൾ, ശബരിമല സീസണൊക്കെ ആകുമ്പോൾ അതിലൊക്കെ അഭിനയിക്കാൻ ദിലീഷേട്ടൻ. അന്ന് സോൾട്ട് ആൻഡ് പെപ്പറിലുള്ള രൂപ, അപ്പോൾ ഭജന ഗുരുസ്വാമി ആവാനും ഒക്കെ പോത്തെ നല്ല ആപ്റ്റാണ്, കുറച്ച് മാലയൊക്കെ ഇട്ടിട്ട് ഇന്ന് അപ്പം ഞങ്ങൾ ഓരോ ദിവസവും ഡ്രസ്സൊക്കെ അലക്കി കൊടുക്കുക. ഞാൻ ആ ഹോസ്റ്റലിൽ കൊണ്ടുപോയിട്ട്, ഞാനും ജ്യോതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിയേറ്ററിൽ 2 പെൺകുട്ടികളായിരുന്നു, ഞങ്ങൾ ഡ്രസ്സൊക്കെ ബോയ്സിൻ്റെ ഡ്രസ്സൊക്കെ അലക്കി അവർക്ക് കൊടുക്കും, കാരണം അവർക്ക് അവിടെ അതിനുള്ള സൗകര്യമൊന്നുമില്ല. അപ്പം ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കും.
അപ്പോൾ എനിക്ക് എന്നെവിടെയാണ് ഡ്യൂട്ടി പോകാനുള്ള ഇന്ന് കൊടുങ്ങല്ലൂർ അമ്മയെക്കുറിച്ചുള്ള ഭക്തിഗാനത്തിൽ അഭിനയിക്കാൻ പോകാൻ മനഃശാന്തി തരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് നല്ല രസമല്ലേ നിങ്ങൾ അന്ന് ഇതുപോലെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് റൈഫിൾ ക്ലബ്ബിൽ നിങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ അല്ല ഞങ്ങൾ അവിടെ കുത്തമ്പലത്തിലിരുന്ന് ഞങ്ങളിങ്ങനെ പറയലുണ്ടായിരുന്നു, മഹാരാജാസിലെ പ്രതിഭകളാണ് ഞങ്ങളുടെ സാറുമാർ ഒട്ടുമിക്ക ആൾക്കാർ. എന്നാണ് ഈ കാലടിയെക്കുറിച്ചൊക്കെ നമ്മളതിൽ പറയുക. ഏതെങ്കിലും അന്ന് കുഞ്ഞു യൂണിവേഴ്സിറ്റിയാണ്, അപ്പോൾ 25 വർഷമൊക്കെ പിന്നിട്ടിട്ടേ ഉള്ളൂ. അപ്പം എന്നായിരിക്കും നമുക്കൊക്കെ എന്തെങ്കിലും ഒരു സംഭാവന ഈ ഇതിന് കൊടുക്കണമല്ലോ, യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കണം, അത്ര ഉത്തരവാദിത്തപ്പെട്ട കലാകാരന്മാരാവുക എന്നൊക്കെ വിചാരിച്ച്. പക്ഷേ ഞങ്ങൾക്ക് ദൈവം സഹായിച്ച് ഒരേ വർഷം നാഷണൽ അവാർഡ് കിട്ടി. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു മൊമെൻ്റായിട്ട്. ഇങ്ങനത്തെ ഒരു വലിയൊരു വേദിയിൽ പ്രസിഡന്റ് ഉണ്ട്, ഇത്രയും ആൾക്കാരുണ്ട്, അവിടെ ഇങ്ങനെ ഒരു നാഷണൽ അവാർഡ് വാങ്ങിക്കാൻ പോകുന്ന ഒരു ആക്ടർ, അതും വളരെ എന്താ പറയുക, ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് കണക്ഷൻ ഇല്ലാതെ ഫ്രം ദ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് ആലോചിക്കാൻ വയ്യ. സുരഭിയെ പോലെ ഒരാളാണെങ്കിൽ ഉള്ളിൽ പേടിയാണോ, സന്തോഷമാണോ, എക്സൈറ്റ്മെൻ്റ് ആണോ, അതെല്ലാം കൂടെ അതെല്ലാം കൂടെ. അപ്പോൾ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയുണ്ട്, ശൈല ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിക്കാരി ഒരു 5-8 കൊല്ലം മുമ്പാണ് എന്നോട് പറഞ്ഞത്, സുരഭി നിനക്കൊരു നാഷണൽ അവാർഡ് കിട്ടുമെന്ന്. അന്ന് ഞാൻ കെ രാജീവ് സാറിൻ്റെ സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആണോ, അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെയും കൂട്ടിയിട്ടേ അത് വാങ്ങിക്കാൻ പോകുള്ളൂ, എൻ്റെ വീട്ടുകാരൊന്നും വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കിട്ടിയപ്പം പുള്ളിക്കാരിനോട് ഞാൻ പറഞ്ഞു, ദുബായിലാണ്, ഇന്ന് മെയ് 2-ാം തീയതിയാണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത്, നമ്മൾ 2 പേരും കൂടിയാണ് വാങ്ങിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര ശൈല ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി. ശൈല ചേച്ചി തന്നെ ടിക്കറ്റൊക്കെ എടുത്ത് ട്രിവാൻഡ്രത്താണ് വന്ന്, ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോയിട്ട് ഞാനും ശൈല ചേച്ചിയും കൂടിയാണ് ഇത് വാങ്ങിക്കാൻ പോകുന്നത്. ഞാൻ നാഷണൽ അവാർഡിൻ്റെ അവരുടെ ഇതെല്ലാം ശൈല ചേച്ചിനോട് നിങ്ങൾ നോക്കിക്കോളി എന്ന് പറഞ്ഞു, നമ്മൾ പോകുന്നു വാങ്ങിക്കുന്നു എന്നാണ്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ പോയി. ആ ഫ്ലൈറ്റിൽ ഇപ്പോൾ ആഷിഖ് അബു, പോത്തൻ, നമ്മുടെ ശ്യാമേട്ടൻ, ഇവർ, ഉണ്ണിമായ, റിമ, ഇവരെല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് പോയത് ഡൽഹിയിലേക്ക് പോകുന്നത്. അവിടെ എത്തി പിന്നെ നമുക്ക് പേടി, ഇവർ ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ അവിടെ നിന്ന് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്നത് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ടെൻഷൻ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഒന്നും ആവശ്യമൊന്നും വന്നില്ല. പക്ഷെ അതിന് മാത്രം പിന്നെ ഇതിങ്ങനെ നമുക്കൊരു തലയ്ക്ക് അടി കിട്ടിയ പോലെയല്ലേ, നമുക്കറിയില്ലല്ലോ. ഇനി ഒരു പ്രാവശ്യം പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ കുറച്ചും കൂടി തയ്യാറെടുത്തിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് ഉണ്ണി നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വരുന്നു. അപ്പോൾ അവനിങ്ങനെ നമ്മൾ എന്തുടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ പ്രസിഡൻറ്റ് നമ്മളെ ചോദിക്കുന്നു, ഞാൻ ആര്യ ബംഗാളി ആക്ട്രസ് എന്ന് വെച്ച്. ഞാൻ വന്ന് അല്ല നോ സാർ എന്നാണ്. ബട്ട് നമ്മൾ അറ്റയർ കണ്ടിട്ട് ഇറ്റ്സ് ലൈക്ക് ബംഗാളി ട്രഡീഷൻ മാതിരി, അവർക്ക് അങ്ങനത്തെ ഒരു കസവ് പോലത്തെ ഒരു ഇതൊക്കെയാണല്ലോ. അപ്പം അദ്ദേഹം ബംഗാളിലാണെന്ന് തോന്നുന്നു, പ്രണവ് മുഖർജി, അദ്ദേഹത്തിന് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കറക്റ്റായിട്ട്. അപ്പം അതുകൊണ്ടായിരിക്കാം തോന്നിയത്. അങ്ങനെ പോകുന്നു. പിന്നെ നമ്മളവിടെ ഇങ്ങനെ സർവശ്രേഷ്ഠ അഭിനേത്രി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇതാക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൂടെ പോകുക, ഇത്രയേ ഉള്ളൂ. അത് നമുക്കൊരാൾ മരിച്ചാലും അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും സന്തോഷം അനുഭവിക്കുമ്പോഴും ഒക്കെ കുറച്ച് കട്ടുകൾ ഇങ്ങനെ പോകും. ഫസ്റ്റ് ഇങ്ങനെ വന്നത് അത് ഇതൊക്കെ ആയിട്ട് നമ്മളുടെ ഉള്ളിലുള്ള കുറച്ച് ഓർമ്മകൾ ഉണ്ടാവും. അപ്പം അതിലൂടെ കടന്നു പോയിട്ടുള്ള വഴികൾ, കണ്ടിട്ടുള്ള വ്യക്തികൾ, നമ്മളെ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത ഘട്ടത്തിൽ അങ്ങനെയുള്ള കുറേ എനിക്കങ്ങനെയാണ് സംഭവിച്ചത്. അങ്ങനെ എല്ലാവരെയും മനസ്സിൽ ധ്യാനിച്ചിട്ട് ആ കുറച്ച് നേരം ഹിന്ദിയിലും ഇംഗ്ലീഷിലും പറയുന്ന സമയത്ത് അവരെയൊക്കെ മനസ്സിൽ ധ്യാനിച്ച് നമ്മളവിടെ പോകുന്നു, അത് വാങ്ങിക്കുന്നു, തിരിച്ചു വരുന്നു, അത്ര തന്നെ. അത് ഭയങ്കര ഒന്നുമല്ല, നമ്മളൊരു നിറഞ്ഞ് ഇങ്ങനെ തുളുമ്പാതെ ഇങ്ങനെ ഒരു ഫില്ലായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ, അത് സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടി എനിക്കങ്ങനെയാണ് തോന്നിയത്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ്. നമ്മൾ പിന്നിട്ട വഴികൾ, നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തേക്ക് എത്തുന്ന ഒരു സാധനം, അത് ഭയങ്കര സന്തോഷം അത്ര തന്നെ. What a beautiful moment and how beautifully you described it. അയ്യോ, ചെറിയ എളുപ്പമുള്ള 3 ചോദ്യങ്ങൾ എന്തൊക്കെ? ഏത് വേണമെങ്കിലും എടുത്തോളൂ. കാർഡ് പണ്ടേ തത്ത ചീട്ടെടുക്കുമ്പോൾ ഡ്രോപ്പ് ഇറ്റ് ഏതാണ് ഡ്രോപ്പ് ചെയ്തത്? ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞതല്ല, എന്നാൽ കൂടി നൃത്തത്തിന് ഇപ്പം അത് വേറൊന്നും കൊണ്ടല്ല. ഡാൻസ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ അഭിനയത്തിന് ആഴത്തിൽ അറിയുന്ന പോലെ തന്നെ നൃത്തം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലാസിക്കൽ ഫോമുകൾ, അതിനൊക്കെ ഓരോന്നിനും ഓരോരോ ഫോമുകളുണ്ട്. ഭരതനാട്യത്തിൻ്റെ നിയമമല്ല മോഹിനിയാട്ടത്തിന്, അതല്ല കുച്ചിപ്പുടിക്ക്, അങ്ങനെ ഓരോന്നിനും ഓരോ ഫോമുകളാണ്. അപ്പോൾ ആ ഫ്രെയിമിനകത്ത് ഏറ്റവും എക്സൽ ആവുമ്പോഴാണ് നമ്മൾ അതിനകത്ത്
ഓ എന്താ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ അതിൽ നിന്ന് മാറി ഫ്രെയിമുകളില്ല, ഫ്രെയിമിൻ്റെ അകത്ത് പെടുകയോ ചെയ്യാത്തൊരു സ്ഥലത്തേക്കാണ് ഞാൻ പോയിരിക്കുന്നത്. ആക്ടിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫ്രെയിമിൻ്റെ അകത്തും പാടില്ല. ഫ്രെയിമുകളെയൊക്കെ പൊളിച്ചെറിയുന്ന, ഉള്ള ഫ്രെയിമുകളെയും എല്ലാത്തിനെയും പൊളിച്ചെറിയുന്ന ഫ്ലൂയിഡായിട്ട് നിൽക്കുക. അങ്ങനെ അതെ, എന്തിനും ഫ്ലെക്സിബിൾ ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക്, അതായത് തന്നെ ഏത് പാത്രത്തിലേക്ക് ഒഴിക്കുന്നു അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയിൽ. അതുകൊണ്ട് ഡ്രോപ്പ് ഇറ്റ്. അതായത് ഭരതനാട്യം ഇതൊക്കെ കേട്ടോ, എനിക്ക് അതിൽ എല്ലാം വിഷമമുണ്ട്. വിഷമമല്ല, ആ ഒരു താളവും അത് ആസ്വാദനവും ഒക്കെ എപ്പോഴും ഉണ്ട്. എൻ്റെ ചേച്ചിയുടെ മകൾക്കൊക്കെ ഞാൻ പഠിച്ച് വന്നു കഴിഞ്ഞാൽ എൻ്റെ ടീച്ചറിനെ കൊണ്ട് എന്നെ പഠിപ്പിക്കുന്നത്. അപ്പം അവൾക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം എനിക്കത് കളിക്കണം എന്നൊക്കെ തോന്നലുണ്ട്. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇനി എത്ര എണ്ണം വേണം, ഏത് വേണമെങ്കിലും എടുക്കും, നോക്കിയിട്ട് എടുക്കണത്. അയ്യോ, എന്താ എവറി ഡേ എല്ലാ ദിവസവും ചെയ്യുന്ന എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യം നന്ദി പറയാന്നുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ്. അതാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതൊരു ചെയ്യേണ്ട കാര്യം. അപ്പോഴേ നമുക്കൊരു തൃപ്തി ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു നമുക്കിപ്പോൾ എന്താ പറയുക, നമ്മളെ ഇൻ്റർനെറ്റും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമും ഇതൊക്കെ കാണുന്ന സമയത്ത് എപ്പോഴും നമ്മളെക്കാൾ അപ്പുറത്തേക്കുള്ളതും അവരുടെ ജീവിതത്തിലെ, അല്ലെങ്കിൽ ഞാൻ അതൊന്നും വിശ്വസിക്കരുത് എന്ന് പറയും. നമ്മളെ ജീവിതത്തിലെ ഏറ്റവും നല്ല മൊമെൻറ്റ് മാത്രമല്ലേ അതിനകത്ത് ഈ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഈ നല്ലത് മാത്രം കുറേ എണ്ണം കാണുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവില്ല, നമ്മളൊക്കെ പ്രശ്നത്തിലേക്ക് ആയിപ്പോവും. അയ്യോ അതില്ലല്ലോ ഇതില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതെല്ലാം ഉണ്ട്, നമുക്ക് ഇത്രയും കാര്യങ്ങളുണ്ട് എന്നുള്ള ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്. ജേർണൽ എഴുതുമൊന്നുമില്ല, പക്ഷെ ഇരുന്ന് പ്രാർത്ഥിച്ച് താങ്ക് യു പറയും. അത് പോരെ, എന്താണത്? ചേട്ടാ, ട്രസ്റ്റ്. ആൾക്കാരെ വിശ്വസിക്കുന്ന വ്യക്തിയാണോ അതോ ആൾക്കാരെ വിശ്വസിക്കാൻ ട്രസ്റ്റ് ചെയ്യാൻ സമയമെടുക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾ അതിലേക്ക് നോക്കൂ, തകർന്നടിഞ്ഞ് കുറേ റോമൻ സാമ്രാജ്യങ്ങൾ കാണുന്നില്ലേ? എത്ര കാലങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്ത സാമ്രാജ്യങ്ങളാണ്. ഓരോ തൂണുകൾ കാണുന്ന സമയത്തും അതിലെത്ര നമ്മൾ സമയം എടുത്ത് കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഏതോ ഡ്രാമയുടെ ഡയലോഗ് കേൾക്കുന്ന പോലെയല്ലേ? അതേപോലെ സമയമെടുത്ത് നമ്മൾ ഓരോ ബന്ധങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ചില സമയത്ത് അത് പൊട്ടി തകർന്നു പോകുന്നതാണ് പലപ്പോഴും ഉണ്ടാവാറ്. പക്ഷേ എന്ന് വിചാരിച്ച് നമ്മൾ ബേസിക്കായിട്ടുള്ള ആക്ടിങ്ങിലും ജീവിതത്തിലും നമുക്കുള്ള ഒരാളെ വിശ്വസിക്കണം. ട്രസ്റ്റ്, വിശ്വസിക്കുക എന്നുള്ളതാണ്. നമുക്ക് കിട്ടുന്ന കഥാപാത്രത്തെ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ വിശ്വാസം അതാണ് ആദ്യം ഉണ്ടാവേണ്ടത്. അത് ഞാൻ എല്ലാ വ്യക്തികൾക്കും കൊടുക്കാറുണ്ട്, ഇതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പിന്നീട് അതെടുത്ത് മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാടിലൂടെയാണ് നല്ല കഥകൾ വരുന്നത്. ഒരെണ്ണം കൂടെ ആദ്യം ഒരെണ്ണം നോക്കൂ, എന്നിട്ട് അത് മാറ്റി വെച്ചിട്ട് കണ്ണടിച്ച് അടുത്ത കാര്യം. ഫിലോസഫിയാണ് കിട്ടുന്നത്. ഡു ഇറ്റ്. പലപ്പോഴും നമ്മൾ വേണ്ട എന്ന് വെക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, എത്ര നല്ല കാര്യമാണ് ഞാൻ ചെയ്തത്, എന്തിന് ഞാൻ ഇത്രയും വർഷം ഹോൾഡ് ചെയ്തു. എനിക്ക് ചെയ്യാൻ തോന്നുന്ന സാധനങ്ങളൊക്കെ അപ്പം ചെയ്യുന്നൊരു വ്യക്തിയാണ്, ചെയ്ത് തീർക്കുന്നതാണ്. പിന്നെ യാത്ര പോകുന്നതാണ് ചിലപ്പം ചില സമയത്തൊക്കെ ഞാനിങ്ങനെ മാറ്റി വെക്കാറുള്ളത്. അതെനിക്ക് കുറച്ച് തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഡു ഇറ്റ്. അതാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും അധികം റിഗ്രറ്റ് ചെയ്യുന്ന കാര്യം എന്താ? എന്തെങ്കിലും ഒരു റിഗ്രറ്റ് ഉണ്ടോ ലൈഫിൽ? ഇത് ഞാൻ ചെയ്തത് ശരിയായില്ല, ഇത് എനിക്ക് തിരുത്തണം, അങ്ങനെ ഒരു റിഗ്രറ്റ് ഉണ്ടോ എപ്പോഴെങ്കിലും? എനിക്ക് അപ്പം തോന്നുന്നത് ഞാൻ അതങ്ങ് അപ്പം ക്ലിയർ ചെയ്ത് പോകുന്ന ഒരാളാണ്. ഇപ്പം തോന്നുമ്പോൾ എനിക്ക് അങ്ങനത്തെ റിഗ്രറ്റൊന്നും അങ്ങനെയൊന്നും എനിക്ക് അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ തോന്നുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ അമ്മേൻ്റെ അടുത്തൊക്കെ ദേഷ്യം പിടിക്കുമ്പോൾ ഒക്കെ അതിലൊക്കെയാണ് അത് ചെയ്യാൻ അങ്ങനെയൊക്കെ ആരോടെങ്കിലും അങ്ങനെ പെരുമാറി കഴിഞ്ഞാലൊക്കെ തോന്നുന്ന സാധനം അത് അപ്പം തന്നെ പോയിട്ട് ഞാനത് സോൾവ് ചെയ്തിട്ടേ പിന്നെ അടുത്ത ഇതിലേക്ക് പോകും. കാരണം നമുക്കൊരു സമാധാനപരമായിട്ട് ഓരോ ദിവസവും കിടന്ന് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ അന്നത്തെ കാര്യങ്ങൾ ഞാൻ ക്ലിയർ ചെയ്ത്, അല്ലെങ്കിൽ രാത്രി വിളിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചു പോയതാകട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാനത് ക്ലിയർ ചെയ്ത് പോയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എനിക്ക് അങ്ങനത്തെ റിഗ്രറ്റ് ഒന്നുമില്ല. ഓക്കെ, സോ ഐ ആം ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം ഡാഷിൽ എന്താണ് പൂരിപ്പിക്കുക?
എനിക്ക് അറിഞ്ഞുകൂടാ, ഇപ്പോഴും ഞാൻ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് എന്നുള്ളൊരു സംഭവത്തിലേക്ക്. നമ്മളൊരു ഒരു ഒരു യാത്ര പോലെ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അങ്ങനെ ഒരു ഡെഫിനിഷനിലേക്ക് എത്തിയിട്ടില്ല. ഐ ആം ഇന്നത് എന്ന് എത്താൻ ആഗ്രഹിക്കുന്നുമില്ല. നേരത്തെ പറഞ്ഞില്ലേ, ആസ് ആൻ ആക്ടർ യു ഡോണ്ട് റിയലി വാണ്ട് ടു ബി ഇൻ എനി കൈൻഡ് ഓഫ് എ ഫ്രെയിം വർക്ക്. അതാണ്. പക്ഷെ നമുക്ക് ആക്ടർ എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് ലക്ഷ്യങ്ങളുണ്ട്. ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും. ഇപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞ് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഇന്ന് പറഞ്ഞതുപോലെ ഒരു മാണിക്യത്തിനെയോ ഒരു കുമാരിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ എടുത്ത് പറയുന്നതല്ല, നിറയെ ഇത്ര 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 ക്യാരക്ടേഴ്സ് എന്ന് പേരെടുത്ത് ഓർമ്മയിൽ നിന്ന് പറയാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു ആക്ടറിനെ സംബന്ധിച്ചുള്ള ആ ഒരു ആഗ്രഹം എനിക്കുണ്ട്. അല്ലാതെ ഇപ്പം ഞാൻ ഇന്നതാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഞാൻ എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് തന്നെ നിൽക്കാൻ തന്നെ ഇഷ്ടമല്ല. നമ്മൾ പറയില്ലേ ഞാൻ എന്ന് പറയുന്നിടത്ത് തന്നെ നമ്മൾ തോറ്റു. അപ്പോൾ അതുകൊണ്ട് ആ ഞാൻ എന്ന ഭാവത്തിലേക്ക് തന്നെ വരാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് എ ഷോ. ആൻഡ് ഇത് നമ്മുടെ ഭാഗത്തുനിന്നൊരു ചിന്ന ഗിഫ്റ്റ്. കൊക്കോ തേങ്ങ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഈ കോക്കനട്ട് ഷെൽസിൽ നിന്ന് ഉണ്ടാക്കുന്ന പാത്രങ്ങളാണ്. യൂസ് ചെയ്യാൻ പറ്റുന്ന പാത്രങ്ങളാണ്. നമ്മൾ ശ്രീലങ്കയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയാണ് സെർവ് ചെയ്യുന്നവർ. അല്ലല്ല, ഇങ്ങനെ കിട്ടുമല്ലോ നമുക്ക്. അത് വാങ്ങിച്ചിരുന്നോ? വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് പെൺകുട്ടികൾ ചെയ്യുന്ന ഒരു എൻ്റർപ്രൈസാണിത്. താങ്ക് യു കോക്കോഷൽ. സാധാരണ ഇവിടെ വരുന്ന സമയത്ത് ഭയങ്കര ഇമോഷണലി ആയിട്ട് ഇങ്ങനെ എന്താ പറയുക, കരഞ്ഞു പോകുന്നവരും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാണ് കോൺവെർസേഷനാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും. അത് നല്ലതാണോ മോശമാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ പ്രതീക്ഷിച്ചാണ് വന്നത്? അങ്ങനെ പ്രതീക്ഷിച്ചിട്ടാ വന്നത്. പൊതുവെ അങ്ങനെയാണല്ലോ ഇവിടുന്ന് പോകുന്നവരൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒരു രീതിയിൽ അവരെവിടെയെങ്കിലും ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ എത്രയോ എപ്പിസോഡ്സ് നമ്മൾ കാഷ്വൽ ആയിട്ട് കോൺവെർസേഷൻ അല്ല കാഷ്വൽ തന്നെ. പക്ഷെ അത് എവിടെയെങ്കിലും ഒക്കെ നിങ്ങളുടെ ചോദ്യം കൊണ്ട് അവരുടെ ഹൃദയത്തിന്റെ എവിടെയൊക്കെയോ ഒക്കെ തട്ടുമ്പോഴാണല്ലോ അവർക്ക് ആ ഒരു ഫീല് വരുന്നത്. അതുപോലെ ഞാനും ഈ പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെ ആയിരിക്കുമോ എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. സത്യത്തിൽ എനിക്ക് വളരെ ആരെയും ഇപ്പം ഇൻ്റർവ്യൂ ചെയ്താലും നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കഥകൾക്ക് വ്യത്യാസം ഉണ്ടല്ലോ. അതെ. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ദൈവം സഹായിച്ച് എൻ്റെ കൺമഷിയൊക്കെ അവിടെ തന്നെ ഇരുന്നു. ഞാൻ സുരഭി അങ്ങനെ ഒരു ഇമോഷണലായിട്ട് കരഞ്ഞോ അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴും ഞാൻ പൊതുവെ കാണുമ്പോഴൊക്കെ സുരഭി ഭയങ്കര ലൈവായിട്ട് ചിരിക്കുന്ന എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ സെൻസിറ്റീവായിട്ട് ഒരു മൂമെന്റ് ഞാൻ കണ്ടിട്ടില്ല. അല്ലാതെ ഭാഗ്യം. ഞാൻ വിചാരിച്ചു ഇവിടെയെങ്കിലും ഞാനത് ആ രീതിക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഓരോ ചോദ്യങ്ങൾ ഓരോ രീതിക്ക് എന്നുള്ളത് ഉണ്ടാവില്ല. അങ്ങനെയൊന്നും ഉണ്ടായില്ല. അപ്പൊ നമുക്ക് ഒന്നുകൂടെ റോൾ ചെയ്യാം. വേണ്ട, 10 ചോദ്യങ്ങൾ ആ വഴിക്ക്. അല്ല, അത് നിങ്ങൾ ഏത് വഴിക്ക് ചോദിച്ചാലും കാരണം എൻ്റെ പെർസ്പെക്റ്റീവ് വ്യത്യാസം ആയതുകൊണ്ട് ചിലപ്പോൾ ഞാൻ അങ്ങനെ. എനിക്ക് പൊതുവെ തോന്നിയത് സുരഭി യു ടേക്ക് ലൈഫ് എ ലിറ്റിൽ ലൈറ്റ്ലി. അതാണ് നല്ലത്. നമുക്ക് മുന്നോട്ട് പോകാനും നമുക്ക് ഒരു ഭാരമില്ലെങ്കിൽ ഭയങ്കര സുഖത്തിൽ നമുക്ക് പറക്കാൻ പറ്റും. അപ്പം അതാണ് നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യം. പിന്നെ ചില മൊമെൻറ്റിലൊക്കെ നമ്മൾ ഇമോഷണലായി പോകും. അങ്ങനെ ആവണം മനുഷ്യന്മാരാകുന്ന സമയത്ത്. അപ്പോൾ അതുണ്ടാവാറുണ്ട്. പിന്നെ ഈ ഇമോഷൻസിനെയൊക്കെ തന്നെ നമ്മളെല്ലാം, ഞാനൊന്നിനെയും അങ്ങ് സങ്കടം വന്ന് കുറേ കരഞ്ഞ് അതിനെ അങ്ങ് തീർക്കൊന്നുമില്ല. അതൊക്കെ ഞാൻ എടുത്തു വെക്കും. എല്ലാ സാധനങ്ങളും, എല്ലാം ആങ്കറാണെങ്കിലും ഇതൊക്കെ കുറേയൊക്കെ ഞാൻ എടുത്തു വെക്കും. അതെൻ്റെ മെറ്റീരിയൽസാണ്. നമുക്ക് ആക്ട് ചെയ്യുമ്പോഴുള്ള നമ്മളുടെ മെറ്റീരിയലുകളാണ്. അപ്പോൾ അതിനൊക്കെ അതും പറഞ്ഞ പോലെ മണം ഇത് എന്നൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മളെ ലൈഫിലൊക്കെ എല്ലാ സാധനങ്ങളും എടുത്തു വെക്കും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് അഭിനയം അങ്ങനെ പഠിപ്പിക്കാനൊന്നും പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പ്രാക്ടീസുകളായിരിക്കും. ഇതെല്ലാം അവിടെ വരും. അവിടെ എല്ലാത്തിൻ്റെ ഇതുണ്ടാവും. അങ്ങനെ അനുഭവങ്ങളുണ്ടാവും. ഓരോ ദിവസവും ഇവൻറ്റ്ഫുൾ ആക്കിയിട്ടാണ്. ഇപ്പം ഞങ്ങളൊന്നും ഉണ്ടാവില്ല. ചെറിയ ബഡ്സൊക്കെ
ഞങ്ങൾ ഹോസ്റ്റലിൽ ഒരു കുട്ടി സുജാ ബക്കർ ഒരു കുപ്പി ബഡ്സ് കൊണ്ടുവന്നു. അപ്പോൾ അവൾ കണ്ടടി ഞാൻ ഈ ബഡ്സ് എടുത്തോട്ടെ, നിനക്ക് വേണ്ട ആവശ്യത്തിന് ഞാൻ പറഞ്ഞു നിനക്ക് ആവശ്യത്തിന് എത്ര എണ്ണം വേണം, എനിക്കൊരു 6 എണ്ണം വെച്ചോ, ഓക്കെ. എന്നിട്ട് ബാക്കിയുള്ള കുപ്പി എടുത്തിട്ട് BCയുടെ കാറ് നിർത്തിയിട്ട് സാർ ഇന്ന് ബഡ്സ് ഡേ ആണ് കേട്ടോ, സാർ ചെവി ശരിയാക്കിയിട്ടേ പോകാം, സാറിന് അറിയില്ല. അപ്പം ഇനി സാറിന് അറിയാത്തത് കൊണ്ട് ഇനി ഇന്ന് ബഡ്സ് അങ്ങനെ ഉണ്ടോ, ഒരു ഡേ ഉണ്ടോ എന്നറിയായിട്ട് സാറ് ബഡ്സ് ഇതിവിടെ കളയാൻ പറ്റില്ലല്ലോ സാർ, ഞാൻ തന്നോളൂ സാർ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയി ഓരോ ദിവസങ്ങളും യൂണിവേഴ്സിറ്റിയിലുള്ള ഓരോ ദിവസങ്ങളും അങ്ങനെ ഓരോരോ പ്രോഗ്രാമുകളിലൂടെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ലൈഫ് വളരെ ഇവൻറ്റ്ഫുൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ സുൽഫി. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് അവർ ഷോ.